ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കണേ. അപ്പോൾ നമ്മളുടെ പെരുന്നാൾ ക്ലീനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. കാരണം ഇന്നലത്തെ വീഡിയോ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എനിക്ക് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നിക്കുകയാണ്. അപ്പോൾ കൂടെ തന്നെ കണ്ടില്ലേ എല്ലാത്തിനും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കൂട്ടിനായാനും കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ഇന്ന് തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഒന്നിനും തോന്നൂല നോമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ട് ഉള്ള പണികളൊന്നും നാളേക്ക് വെക്കണ്ട വിചാരിച്ചിട്ട് ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് കിടക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റിച്ചിങ്ങിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാനക്കുട്ടി ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. എപ്പോൾ മെഷീൻമേൽ ഇരുന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഓളും കൂടെ ഉണ്ടാകും. എന്നാലും നമ്മൾ എന്താ പറയുക, നിങ്ങളാദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോയിൽ മെഷീനും സ്റ്റിച്ചിങ്ങൊക്കെ കാണുന്നത്. ഇപ്പോഴത്തെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സാണ് വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ പുതുതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും മെഷീന് ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല, ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. മക്കളുടെയും എൻ്റെയും അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. അതുപോലെ പുറത്തേക്കും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വലിയതായിട്ടൊന്നല്ല കേട്ടോ, നമ്മളുടെ അടുത്തുള്ള വീട്ടിലത്തെ അങ്ങനെയുള്ളതൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീട്ടിലിരുന്നിട്ട് എന്തായാലും ഇപ്പോൾ അയാനക്കുട്ടീൻ്റെ ആ ഒരു പ്രായത്തിലുള്ള മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പഠിത്തം ഇതൊന്നും പോസിബിൾ ആയിരിക്കില്ല. ഇപ്പോൾ പോകുന്നവരുണ്ടാവും. പക്ഷേ എൻ്റെ മാരേജ് കഴിഞ്ഞ ആ ഒരു ടൈമിലൊന്നും അങ്ങനെ ആരും കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോവുക, ജോലിക്ക് പോവുക അതൊക്കെ വളരെ റെയറാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു നാട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട് അല്ലാതെ പോകുന്നവരുണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ എന്നാലും റെയറാണ്. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ന് കുട്ടികളായിക്കോട്ടെ പേരക്കുട്ടികളായിക്കോട്ടെ ആരുണ്ടെന്നുണ്ടെങ്കിലും പഠിക്കാനും ജോലിയും അത് നിർബന്ധമാക്കപ്പെട്ട മാതിരി ആയിരിക്കണോ അല്ലേ. പക്ഷെ അന്നൊന്നും അങ്ങനെ അല്ലാത്ത കാരണം നമ്മളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ജോലിക്ക് പോവുകയോ ഒന്നും ചെയ്യലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് അതൊക്കെ വേണം, ഒരു ജോലി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ മക്കളും ചെറിയ മക്കളെ ആരെടുത്തും ആക്കി പോകാനും പറ്റൂല, വീട്ടിൽ നിർത്തി പോകാനും പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിക്കാന്ന്. ജോലിക്ക് പോകാനാണെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടാവില്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ടും എന്തെങ്കിലും ഒരു വരുമാനം, ഒരു 10 രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ സന്തോഷം അത് നമുക്കേ അറിയുള്ളൂ അല്ലേ. നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന് തരായിട്ടോ അവർ തരുന്നത് തികയായിട്ടോ ഒന്നുമല്ല. പക്ഷേ അവർക്കും നമ്മൾക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു കൈത്താങ്ങാവും. നമുക്കും തന്നെ മക്കൾ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോൾ ഇനിയിപ്പോൾ അവരുടെ വാപ്പാരുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മളുടെ അടുത്തു നിന്ന് അത് അവർക്ക് സാധിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് കിട്ടുമ്പോൾ അവർക്കും സന്തോഷമാണ്. നമ്മളത് സാധിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. എന്തായാലും ഇന്നത്തെ കാലത്തൊരു ജീവിതം കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് സമ്പാദിച്ചാൽ നടക്കൂല എന്നല്ല. പക്ഷെ എന്നാലും ചിലവ് ഒരുപാടും വരവ് കുറവായിട്ടുള്ളൊരു സാഹചര്യമായിരിക്കും ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ അത് കാരണം എന്തൊരു സാധനത്തിനും ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കടയിലൊക്കെ പോയാലേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയുള്ളൂ. അങ്ങനെയുള്ളിടത്ത് നമുക്കും കൂടി നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ഈ മെഷീനാണെങ്കിലും ശരി. പിന്നെ മെഷീൻ വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് അങ്ങനെ കാക്കു ഒരു ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു കേട്ടോ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. അത്രയൊക്കെ കാക്കുവിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്, മെഷീൻ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചിട്ട്. അതെന്തായാലും ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെയും കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ ടൈം അനുസരിച്ചിട്ട് മാനേജ് ചെയ്തെങ്ങാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിലിരുന്നിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് സ്റ്റിച്ചിങ് കാണിച്ചപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഒന്നും ചെയ്യാതെ എനിക്കൊന്നും അറിയൂല, എനിക്കൊരു കഴിവുമില്ല, അല്ലെങ്കിൽ എനിക്കെങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള വരുമാനം നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു,
ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ആ ഒരു പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇനിയിപ്പോൾ ബെഡ്റൂമുകൾ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ പിന്നെ വിചാരിച്ചു നാളെ ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒക്കെ കൂടെ ചെയ്യാൻ ഒരു മടി വരും, ചിലപ്പോൾ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റ് മാറ്റുക, അതൊക്കെ എന്താ പറയുക, നേരെ വിരിച്ചിടുക, അങ്ങനെയുള്ള പണികളൊക്കെ ഇന്ന് തീർക്കുക. എന്നിട്ട് പിന്നെ അടിക്കലും തുടക്കലും നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾക്ക് മാത്രം ചെയ്യണം എന്നുള്ള ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. പക്ഷേ നമുക്ക് മനസ്സിനും ഒരു സന്തോഷം, വീടിനും മനസ്സിനും ഒരുപോലെ സന്തോഷം സമാധാനം കിട്ടുന്ന ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, വീട് ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഇനിയിപ്പോൾ ഒരു അത്തർ, ഞാൻ നല്ല സ്മെല്ലുള്ള ഒരു അത്തറാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഈ ഒരു തലയിണമ്മയും അതുപോലെ ബെഡ്ഷീറ്റിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂമിലോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലും എന്തോ നമുക്ക് എന്താണെന്നറിയില്ല, സത്യമായിട്ട് ഞാൻ അത് റിയലൈസ് ചെയ്തതാണ് അറിയില്ല, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അറിയില്ല. അത് ഞാനങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്മെല്ല് കാര്യങ്ങൾ ബെഡ്ഷീറ്റിൽ ഉപയോഗിക്കുക അങ്ങനെയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനത് ആ ബെഡ്ഷീറ്റിൽ ഉപയോഗിക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പിന്നെ രാത്രി കിടക്കാൻ ചെന്നപ്പോഴും ഒക്കെ ആ ഒരു ബെഡ്റൂമിൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്താണെന്നറിയില്ല, ഒരു സന്തോഷം, നമ്മുടെ മുഖത്തൊരു ചിരി അങ്ങനെയൊക്കെ വരിക എന്ന് പറയില്ലേ. കാരണം അതുവരെ അത്രയും ദിവസം ഇല്ലാത്ത ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതായിട്ടുള്ള അല്ലാത്ത ഒരു ബെഡ്ഷീറ്റ് നല്ല വൃത്തിയിൽ കിടക്കുക, അതുപോലെ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു ഇത് വാങ്ങിയ ബെഡ്റൂമിലേക്കുള്ള പെർഫ്യൂം വാങ്ങി ഒന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകും ചെറിയൊരു അത്തറും കുപ്പിയൊക്കെ, അത് ജസ്റ്റ് ഒന്നൊന്ന് പുരട്ടി കൊടുത്താൽ മതി, അത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ബെഡ്റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്, ബെഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഈ ഒരു വാർഡ്രോബിൻ്റെ ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക എന്നിട്ട് ആ ഒരു എന്താ പറയുക സ്വിച്ച് ബോർഡ്, ആ ഗ്ലാസിൻ്റെ അടുത്തുള്ള ആ ഒരു ഏരിയയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുകയാണ്. പൊടിയും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ മണ്ണും പൊടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ തുടക്കാണ്ട് വെച്ചിട്ടുള്ള പൊടിയും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ബെഡ്റൂം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അടുത്ത ബെഡ്റൂം സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബെഡ്ഷീറ്റും അവരുടെ കുറച്ച് നേരത്തെ കളി കാരണം നല്ലപോലെ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമത്തെ ബെഡ്ഷീറ്റിൻ്റെ താഴെ നമ്മൾ ബെഡ് കവർ മറ്റേ ബെഡ്റൂമിൽ യൂസ് ആക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്ന് വാങ്ങിക്കണം. എന്നാൽ ഈ ഒരു ബെഡ്ഷീറ്റും വിരിച്ചാൽ അത് അതുപോലെ കിടന്നോളും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ നാളെ നമുക്ക് രാവിലെ എണീറ്റ് പാടെ തന്നെ അത് മെഷീനിലിടുക കാര്യങ്ങളോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലും കൂടെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളും വിരിച്ചെടുക്കാമെന്ന്. പിന്നെ അങ്ങനെ വിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയിൽ വിരിച്ച് കാണണേക്ക്. അതുകൊണ്ട് ആൾ വലിയ അലങ്കോലാക്കാനൊന്നും വരില്ല. പിന്നെ അയാനക്കുട്ടിനോട് പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, കേട് വരുത്തണ്ട, നല്ല രസമല്ലേ കാണാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മനസ്സിലാകും. പിന്നെ ഒരു കേട് വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചെങ്ങാണ്ട് വിരിച്ചു കൊടുക്കുക കാര്യങ്ങളോ ചെയ്താൽ മതി. ഈ ഒരു ബെഡത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് അളകിയ കാര്യങ്ങളോ ചെയ്യുക ബെഡ്ഷീറ്റ്. മറ്റേ ബെഡ്റൂമിൽ ഒന്നും ആവില്ല, അവരെന്ത് കുത്തിമറിഞ്ഞാലും ആ ഒരു ബെഡ് കവർ ഉള്ളത് കാരണം ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിരിച്ച് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴേ അത് അനുഭവിച്ചറിയേണ്ടത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം എന്നറിയില്ല, ഒരാൾ പറഞ്ഞിട്ടൊന്നും നമുക്കത് ഫീലാവില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അയാനക്കുട്ടി ഇവായും അടി കൂടുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ അതൊന്ന് തീർത്തിട്ടാണ് ഇപ്പോൾ ബാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചായക്ക് വെക്കുകയെന്ന് മക്കൾക്ക്. അപ്പോൾ ചായക്ക് പാല് വാർന്നിട്ട് ചായ ആക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവ. അപ്പോൾ പിന്നെ അവർ അതും കൂട്ടിയിട്ട് അങ്ങനെ ചായ കുടിച്ചു. പിന്നെ ഞാൻ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അത്
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത്താഴത്തിനുള്ള ചോറും കൂടെ വെക്കണം, പിന്നെ രാത്രിക്കൽക്കുള്ള ചോറും കൂടെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചക്ക ഇന്ന് വീണതാണ്, പക്ഷേ ഇതിൻ്റെ കാര്യം ഞാൻ മറന്നിക്കായിരുന്നു കേട്ടോ, ഇത് വെട്ടിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മയും എനിക്കത് ഉണ്ടായിരുന്നില്ല. എന്നപ്പോൾ പകൽ വെട്ടിപ്പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ അങ്ങനെ കഴിച്ചോളും. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഇപ്പം തന്നെ അങ്ങ് വെട്ടിപ്പൊളിച്ച് എന്താ പറയുക പറിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ എന്താ പറയുക തറവാട്ടിക്കും അതുപോലെ തന്നെ പിന്നെ ഇക്കാക്കാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുഴുവനായിട്ടൊന്നും നമ്മൾ കഴിക്കൂല, എന്നാൽ പിന്നെ വയറുവേദന എടുത്തിട്ട് ഒരു ഭാഗത്തേക്കാവുകയും ചെയ്യും. ഇതിനിടയിൽ നിങ്ങൾ അയാനക്കുട്ടീനെ ശ്രദ്ധിക്കണുണ്ടോ, ഓരോ നേരത്തും ഓരോരോ ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട് വരുന്നത്, അതിലൊക്കെ എന്തെങ്കിലും ആക്കിയിട്ട് അല്ലെങ്കിൽ പോയി വെള്ളമാക്കിയിട്ട് ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് ആ ഡ്രസ്സ് ചീത്തയാക്കിയിട്ട് ഒരു ദിവസം അവളുടെ തന്നെ തിരുമ്പാൻ നമുക്ക് എന്തായാലും ഒരു 5-6 കൂട്ടയിലും ഉണ്ടാവും കേട്ടോ. ഇവാൻ്റെ പിന്നെ അത്രയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അയാനക്കുട്ടീൻ്റെ മസ്റ്റായിട്ടും ഒരു 5-6 കൂട്ടം എന്തായാലും ഉണ്ടാകും. അത് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ശ്രദ്ധിച്ച ഈ ഒരു വീഡിയോ തന്നെ ആളിപ്പോൾ ഒരു 3 കൂട്ടോ 4 കൂട്ടമായിട്ട് മാറ്റിയിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു കുപ്പായം തിരുമ്പിയത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതിട്ടേ തീരുള്ളൂ, അത് മതി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വല്ലാണ്ട് പാട്ട് പാടിച്ചാൽ നിൽക്കൂല, ചിലപ്പോൾ അതങ്ങോട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ എന്താ പറയുക മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക മക്കൾക്ക് ചോറും കൊടുക്കാം, പിന്നെ കഞ്ഞിയോ ആണെങ്കിൽ അതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, കാരണം ചൂടുള്ള കഞ്ഞി കുടിക്കണം അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചോറിനേക്കായി നല്ലത് അതല്ലേ, ആ വെള്ളം കൂടെ അങ്ങനെ ചെല്ലുമല്ലോ. ഇനിയിപ്പോൾ ആ ഒരു ചക്കയൊക്കെ ഞാനിതാ ഈ ഒരു പാത്രത്തിലോട്ട് പറിച്ച് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അയാനക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, വയറുവേദന കാര്യങ്ങളോ വരുമോ എന്നുള്ളത്. അപ്പോൾ മതി എന്ന് പറഞ്ഞ ആളുടെ മുന്നിലിട്ടിട്ട് നമ്മളിത് ചുളപ്പറിച്ചുമ്പോൾ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചക്കതാ എന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പറിച്ചങ്ങാണ്ട് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നാളെ ഇനിയിപ്പോൾ നോമ്പ് തുറക്ക് നമുക്ക് ഇത് വെച്ചിട്ടുള്ള സ്നാക്സ് നമ്മൾ നാളുണ്ടാക്കിയെന്നല്ലോ, അതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ പറിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടത് തന്നെ ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ കിടക്കാൻ വേണ്ടി അതിനെക്കൂടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് വീണ്ടും ആ ഡ്രസ്സ് ചീത്തയായിട്ട് വീണ്ടും മാറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയത് വീഡിയോ എടുത്തപ്പോൾ ഞാൻ എവിടെയാണോ വീഡിയോ എടുക്കുന്നത് അവിടെ ചെന്നുങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞങ്ങാണ്ട് അവ കണ്ടില്ലേ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ കിച്ചണത്തെ ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ആക്കാനും മറന്നു പോകരുത്. അത് ഇന്ന് പറയാൻ മറന്നിക്കുകയാണ്. സാധാരണ ഫസ്റ്റ് തന്നെ പറയാറുണ്ട്, ഇന്നിപ്പോൾ അത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മറന്നു പോകരുത് കേട്ടോ, കമൻറ്റ് ആക്കാനും ലൈക്ക് ചെയ്യാനും. എന്നാലേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ആക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളത്തെ എന്താ പറയുക നോമ്പ് തുറയുടെ വിശേഷങ്ങളും പെരുന്നാൾ രാവിൻ്റെ വിശേഷങ്ങളും പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ എടുക്കും, അപ്ലോഡ് ആക്കും ചെയ്യുന്നുണ്ട്. കാരണം നമ്മളോട് കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പെരുന്നാൾ വീഡിയോക്ക് വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ചെയ്യാൻ പോകുന്നത് കിടക്കുന്നതിന് മുമ്പേ നാളെ ഷോപ്പിങ്ങിന് പോകണം കേട്ടോ. ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടല്ലോ പെരുന്നാൾക്ക്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ലിസ്റ്റ് ആക്കാമെന്ന് നമ്മൾ മനസ്സിലുണ്ട്, എനിക്കറിയാം ഒക്കെ എന്ന് കരുതിയിട്ട് പോയി കഴിഞ്ഞാലും അവിടെ ചെന്നാൽ എന്തെങ്കിലും മറന്നുങ്ങാണ്ട് നമ്മൾ പോരും. അപ്പോൾ നമ്മൾ എന്താണോ ഫുഡാക്കുന്നത് ആ ഫുഡാക്കുന്നതിൻ്റെ ലിസ്റ്റ് നമ്മൾ എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക, ഷോപ്പിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും മറക്കാതെ തന്നെ ഇങ്ങോട്ട് എല്ലാതും വാങ്ങിച്ച് വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതും കൂടെ ഒന്ന് ലിസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്താലോ. ഇനിയിപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ പോയി കിടക്കേണ്ട പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഷൂട്ടാക്കിയിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇന്നലെ എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇന്നക്ക് ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് നേരെ വീഡിയോ അപ്ലോഡ് ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ എടുത്തേക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.